ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇഡ്ലി ദോശയുടെ മാവ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചെങ്കിലും നമുക്ക് വീട്ടിൽ അതൊരു ബാക്കിയായിട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ട ഉണ്ടാക്കിയാലോ. വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ? സത്യമായിട്ടും ഇന്നലെ എൻ്റെ കുഞ്ഞുമാമ്മയുടെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ കുഞ്ഞമ്മായി പറഞ്ഞു തന്ന ഒരു സംഭവമാണ് കേട്ടോ. വളരെ കുറവ് ചേരുവകളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബോണ്ടയാണ്. വേണ്ട സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയല്ല, അത്ര തന്നെ. ലേശം ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് തിരുമാം. അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് യോജിക്കും. നമ്മുടെ താരം ഇഡ്ലി ദോശയുടെ മാവ്, ബാറ്റർ, പുളിച്ച മാവ്, പിന്നെ ആവശ്യത്തിന് മൈദ, ലേശം സോഡാപ്പൊടി, ഇവയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വളരെ കുറവ് വെള്ളം മതി. അധികം നേരം നമുക്ക് വെക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയം അത്രേ വേണ്ടൂ. അത്ര എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബോണ്ടയാണ്. മറ്റ് കടികളിൽ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്. 5 മിനിറ്റിൽ ശരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് കേട്ടോ. അത് അവർക്ക് മാത്രമല്ലല്ലോ, നമുക്കും കൂടി കഴിക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്തായാലും ഇഡ്ലി ദോശയുടെ മാവ് എല്ലാവരുടെ വീട്ടിലും കുറച്ച് ബാക്കി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കളയാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് ഇഡ്ലി ദോശ മാവ് കൊണ്ടുള്ള ഒരു അടിപൊളി ബോണ്ട. മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരും. ലവ് യു ഓൾ. ബൈ.